ഉണ്ടല്ലോ നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിട്ട്? ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലൻ ഓഫ് സ്പാർട്ടയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ച് പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനാരാണ് പേടിക്കുന്നേ? അതിന്റെ അപ്പുറത്തൊരു നിന്റെ മോൻ ചിലക്കുന്നുണ്ട്. വിട്ടുകള നീ ആരാടാ? ആരാ നീ? അല്ല പിന്നെ തരത്ത് പോയിട്ട് കളിക്കട്ടാ. തരത്ത് പോയിട്ട് ആരീന്ന് വിചാരിച്ചിട്ടാടാ നീയല്ലേ ഈ കളിക്കുന്നേ? അല്ല, സംഭവം വേറൊന്നുമല്ല. ഞാൻ നമ്മുടെ മെയിൻ ചാനലിൽ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയ്ക്ക് മുമ്പ് ജാസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കകത്ത് ജാസി ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ജാസിയുടെ സർജറി ഇപ്പൊ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. സോഷ്യൽ മീഡിയ എന്തെടുത്താലും ഇതാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. ജാസി താഴെയാണോ മുകളിലാണോ തലവയുടെ മേളിലാണോ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടാണോ സർജറി ചെയ്തത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് അങ്ങനെ ഫൈനലി എല്ലാവരും കൂടെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ജാസി ടോപ്പ് സർജറിയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാസി കുറച്ചു മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ ഞാൻ വിളിച്ച് തുറന്ന് കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ കുറെ ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കുക, ജാസി സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് എത്രയേ ഉള്ളൂ. കാരണം വിശ്വാസം ആവാൻ വേണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോഴും സംശയമുള്ളവർക്കെല്ലാം വേണ്ടിയിട്ട് ചേട്ടൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ സർജറി ചെയ്തത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് ആരെ പറ്റിയാണ് പറഞ്ഞത് മനസ്സിലായല്ലോ. ഇത് ഹെലൻ ഓഫ് സ്പാർട്ടയെ പറ്റിയാണ് പറഞ്ഞത്. എന്നെ വിളിച്ചിട്ട് ഇവൻ പുറത്തൊക്കെ കാണിച്ചെന്ന്, നാടാ ഞാനിതാ സർജറി ചെയ്തതെന്ന് പറഞ്ഞിട്ട് സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കാണിച്ചു കൊടുത്തെന്ന് അതാണ് പറഞ്ഞത്. ഇതില് ഹെലന് പൊട്ടിയിട്ട് ഹെലൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്റെ പൊന്നെ തെറിവിളി എന്ന് പറഞ്ഞാൽ വലിച്ചു കീറി. ഇനിയുള്ളത് നമ്മൾ സെൻസർ ചെയ്തായിരിക്കും കാണിക്കാൻ പോകുന്നത്. പ്രത്യേകം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജോസിക്ക് വെച്ചെത്തി കൊടുക്കുന്നുണ്ട്. ഹെലന്റെ റിപ്ലൈ ഞാനൊന്ന് വെക്കാം. ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? മക്കളെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ ഓണാക്കും മോളെ. ഈ ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഇനി ആരും ഇവൻ സംശയമുണ്ടെന്ന് പറഞ്ഞേക്കല്ലേ. ആരെങ്കിലും സംശയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് വീഡിയോ കോൾ ചെയ്ത് തുറന്ന് കാണിച്ചേക്കും. നമുക്ക് അമ്മാതിരി ചൊക്ലി സാധനമൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ വെറുതെ. ഇനി ഇവൻ ബോട്ടം സർജറി കാണാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ ആലോചിക്കുക. പണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിരുന്നു പൈസ ഇങ്ങനെ വരും. പൈസ എന്ന് പറയും. പൈസ കൊടുത്തില്ല ഒറ്റ പൊക്കിയും കാണിക്കും. ഇതാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മള് നോർത്തിലൊക്കെ പോകുമ്പോൾ അനുഭവിക്കുന്ന പരിപാടി. ഇതിന്റെ ഓൺലൈൻ വെർഷൻ ആണെന്ന് തോന്നുന്നു ഇത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് പറയുവാണെങ്കിൽ അപ്പോഴേ വീഡിയോ കോള് വിളിച്ച് എന്നാടാ കാണെന്ന് പറഞ്ഞ് കാണിക്കുക. നാണം ഇല്ലാത്ത നായ. എന്തോ പറയാനത് ആലോചിച്ച് നോക്കി. ഇനി ഇവൻ ബോട്ടം സർജറി എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ അതും ഈ പെണ്ണ് കാണേണ്ടി വരത്തില്ലായിരുന്നു. നാണം കൊണ്ടോടാ നാറി. ഇവൻ മറ്റേ വീഡിയോയ്ക്കകത്ത് പറഞ്ഞപ്പോ ഇത്രയും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ഫാമിലി ആയിട്ട് പോകുമ്പോ കാറിനകത്ത് വെച്ചിട്ടാണ്. അവന് ചിന്തയില്ല. സാധാരണ ഒരു സ്ത്രീയുടെ മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ കാണിക്കൂ. നിങ്ങൾ പറ. ഇത് അവന് അറിയണ്ട. അവന്റെ ഈ ധന്യയുടെ കൂടെ ആരുണ്ട് എന്ന് അറിയണ്ട. എവിടാണ്, പുറത്താണോ അകത്താണോ ഇനി വേറെ എവിടാണോ നിൽക്കുന്നതെന്ന് അറിയണ്ട. ആര് കണ്ടാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തുറന്നങ്ങ് കാണിച്ചേക്കാണെന്ന്. എന്തോ ഒരു ചെറ്റ പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. പറയുന്നില്ല ഞാനൊന്നും. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികെട്ട നിർദ്ദിഷ്ടജീവി. ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട
ജീവി. അതാണ് സ്ത്രീയുടെ മനസ്സുള്ള ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷു എന്തായാലും കഴിഞ്ഞ കാര്യം. വിഷുവിന്റെ എന്തെങ്കിലും രാവിലെ എങ്ങാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 കൊല്ലം പോയേനെ. എന്റെ പൊന്ന് ഇമാതിരി ഐറ്റംസ് ഒക്കെ കണ്ട് വെറുതെ പോലെ. അല്ല പിന്നെ എന്നിട്ടോള് നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? അങ്ങനെ ചോദിക്കില്ലേ. ഉള്ള എല്ലാം മുറിച്ച് കളയാൻ നടക്കുന്ന ടീംസാണ് ഇവര്. അപ്പൊ അവരെടുത്ത് പോയിട്ട് നട്ടലുണ്ടോ എന്ന് ചോദിച്ചാൽ നട്ടലിലൂടെ നാണക്കേടാണ്. അതൊന്നും കാണത്തില്ലെന്നേ വെറുതെ. പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണും അല്ല നീ, മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ, മനസ്സിലായില്ലേ? എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത്. എന്താണ്, ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, പിന്നെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം എൻ്റെ വളരെ ഭദ്രമായിട്ടുണ്ട്. ഇനി നാണോ മാനമില്ലാത്ത ഇങ്ങനെയുള്ള ജന്മങ്ങൾ എടുത്താണ് രഹസ്യം സൂക്ഷിക്കാൻ കൊടുക്കുന്നത്. സ്വന്തം ശരീരം നാട്ടുകാരെ തുറന്നു കാണിക്കാൻ നടക്കുന്ന ടീംസ് ഒക്കെ ആണ്ട് രഹസ്യം പറഞ്ഞ് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി ആരുടെയൊക്കെ എന്തൊക്കെ ഐറ്റംസ് ഇനി പുറത്തു വരുമെന്ന് ആർക്കറിയാം. ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തു വിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റി ചേർക്കത്തൊന്നുമില്ല. എന്റെ വാദിക്കല് പോലും കേട്ടും എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും കണ്ടുകൂടാ ഈ ജാതി. ഒന്നാമത് ആട്ടും തുപ്പും കുടിച്ച് ആട്ടും തുപ്പും കേട്ട് കടന്നു പോകുന്നൊരു കമ്മ്യൂണിറ്റിയാണ് ഇവരുടെ. അതിന് കാരണം എന്ത്? ഇതുപോലുള്ള ഐറ്റംസ് അവരെങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ ശ്രമിച്ചോണ്ട് വരുമ്പോ ഇതുപോലുള്ള അപരാധങ്ങൾ വന്ന് പിന്നെയും പിടിച്ച് താഴെ ഇടും. അതുകൊണ്ട് അവർക്ക് പോലും ഈ ടീംസിനെ കൊണ്ട്, ഈ ജാസിയെ കൊണ്ട് ശല്യമാണ്, അടുപ്പിക്കത്തില്ല. എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞാൻ പുറത്തു വിടും, തീർച്ചയായിട്ടും ഞാൻ പുറത്തു വിടും. എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പുറത്ത് വിടണം അങ്ങോട്ട്. പിന്നെ അല്ലാതെ ഇവളങ്ങോട്ട് നാറട്ടെ. ഇവളല്ലല്ലോ നടന്നത്, വേറെ കുറെ ടീംസ് ഒക്കെ ആയിരിക്കും നാറാൻ പോകുന്നത്. അല്ല, ഒരു 1 മില്യൺ എല്ലാവരും ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനക്ക് ഉണ്ടാവാൻ. ഞാനിത് ഒഴിവാക്കി വിട്ടതാണ്. നിന്റെ എല്ലാം ഉണ്ടല്ലോ, ഞാൻ ശരിയാക്കി തരാം ഞാൻ എല്ലാത്തിനും. എന്റെ പൊന്നെ, കൊറേ നാളിന് ശേഷമാണ് ഒരുത്തനെ തെറി വിളിക്കുന്നുണ്ടിരുന്ന് ചിരിക്കുന്നത്. അമ്പോ. അപ്പം കേട്ടല്ലോ, ഇനി മേല ഇവന്റെ കാര്യത്തിൽ സംശയം ഉണ്ടെന്നും പറഞ്ഞിട്ടൊന്നും അങ്ങോട്ട് ചെന്നൈക്കല്ലേ. ഇല്ല, മറ്റേ ബൈജു എന്ന് പറയുന്ന പുള്ളി ഉണ്ടല്ലോ, ചേട്ടൻ റെനെ മെഡിസിറ്റിയിലൊക്കെ വിളിച്ച് തിരക്കിയേക്കുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവനെ വിളിച്ച് തിരക്കി കഴിഞ്ഞാൽ വരാൻ വീഡിയോ കോൾ ചെയ്യത്തില്ലായിരുന്നു. നിങ്ങൾ വെറുതെ റെനെ മെഡിസിറ്റി വിളിച്ചിട്ട് ഏത് സർജറിയാ അവൻ ചെയ്തതെന്ന് ചോദിച്ചു. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ജാസിന്റെ നമ്പർ തപ്പിയിട്ട് പിന്നെ ഇതായിട്ട് ഇവനെ വിളിച്ചാൽ മതിയായിരുന്നു. അവൻ പ്രൂഫ് അടക്കം കാണിച്ചു തന്നേനെ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പം എനിക്ക് ഈ കാണുന്ന പ്രേക്ഷകരുടെ അടുത്താണ് പറയാനുള്ളത്, ഇനി ആരും കമന്റ് സെക്ഷനിൽ പോയിട്ട് നീ എന്ത് സർജറിയാടാ ചെയ്തതെന്ന് കാണിക്കരുത്. വേണമെങ്കിൽ നിന്റെയൊക്കെ DM വന്നിരുന്നിട്ട് എടുത്ത് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരും. എന്തിനാ വെറുതെ ഓരോന്ന് അപരാധങ്ങൾ കാണാൻ വേണ്ടി നിൽക്കുന്നത്? 2025 കഴിയാൻ വേണ്ടി പോവാണ്. ഒരു ദിവസവും കൂടെ കഴിഞ്ഞ 2026 ആണ്. ഒരു പുതുവർഷം നല്ലതെന്തെങ്കിലും കണ്ടുകൊണ്ട് തുടങ്ങ്. ഇമാതിരി അട്ടകൂറ സാധനങ്ങൾ കണ്ടുകൊണ്ട് തുടങ്ങാതെ. അപ്പം ആരും ഇനി സംശയം ചോദിച്ച് ചെല്ലല് കേട്ടോ. ട്രെയിനകത്ത് അവസ്ഥയായി പോവും. എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി മുതൽ ഇങ്ങനെയുള്ള അപരാധം കണ്ടന്റുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. സീരിയസ്ലി എനിക്ക് എൻ്റെ മെയിൻ ചാനലിൽ ഇങ്ങനെയുള്ള പട്ടിത്തിട്ടം കണ്ടന്റ് ഇടാൻ യാതൊരു താല്പര്യമില്ല. സോ ഇത് അപരാധം കണ്ടന്റുകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലാത്തവർ നമ്മുടെ മെയിൻ ചാനൽ മാത്രം ഫോളോ ചെയ്താൽ മതി. സോ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴോട്ട് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.